എല്ലാവർക്കും നമസ്കാരം. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ 3-ാം സെമസ്റ്റർ BA BSc കോമൺ കോഴ്സായ മലയാള സാഹിത്യം 3-ൽ 2-ാമത്തെ മൊഡ്യൂളിൽ തിരക്കഥ എന്ന ഭാഗത്ത് പെരുന്തച്ഛൻ എന്ന തിരക്കഥയോടൊപ്പം തന്നെ ഒരു ലേഖനം കൂടി നമുക്ക് പഠിക്കാനുണ്ട്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ അത് അടൂർ ഗോപാലകൃഷ്ണന്റെ സിനിമയുടെ ലോകം എന്ന പുസ്തകത്തിലെ സംവിധായകന്റെ കല എന്ന ലേഖനമാണ്. MES മമ്പാട് കോളേജിലെ വിദ്യാർത്ഥികൾ ഈ ലേഖനത്തിന് പകരം NP സജീഷിന്റെ വെളുത്ത തിരശ്ശീലയിലെ കറുത്ത ഉടലുകൾ എന്ന ലേഖനമാണ്. ഇത് മമ്പാട് കോളേജിലെ വിദ്യാർത്ഥികൾക്ക് മാത്രമല്ല, സിനിമ സംബന്ധിയായ വിഷയങ്ങൾ താല്പര്യമുള്ള സിനിമയെക്കുറിച്ച് പഠിക്കുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും ഉപകാരപ്പെടുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എല്ലാവരുടെയും ശ്രദ്ധയെ ഈ ലേഖനത്തിനകത്തേക്ക് ക്ഷണിക്കുകയാണ്. നമുക്ക് NP സജീഷിനെ ഒന്ന് പരിചയപ്പെടാം. 1976-ൽ കോഴിക്കോട് ജില്ലയിലെ കൽപ്പത്തൂരിലാണ് അദ്ദേഹം ജനിച്ചത്. അദ്ദേഹം ഡിഗ്രി പഠനം നേടിയത് കോഴിക്കോട് ഗവൺമെന്റ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ നിന്നാണ്. ഇംഗ്ലീഷ് സാഹിത്യത്തിലായിരുന്നു അദ്ദേഹത്തിന് ബിരുദം. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ മാസ് കമ്മ്യൂണിക്കേഷൻ വിഭാഗത്തിൽ നിന്ന് അദ്ദേഹം മാസ് കമ്മ്യൂണിക്കേഷനിൽ PG നേടി. പിന്നീട് കേരള പ്രസ് അക്കാദമിയിൽ നിന്ന് ജേർണലിസത്തിൽ ഡിപ്ലോമ നേടി. ഇപ്പോൾ അദ്ദേഹം മാധ്യമം ആഴ്ചപ്പതിപ്പിൽ സബ് എഡിറ്ററായി ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു. സിനിമ സംബന്ധിയായ പുസ്തകങ്ങളും അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ പുസ്തക ലോകത്തിലേക്ക് ഒന്ന് കടന്നു നോക്കാം. മോഹൻലാലിനെയും മമ്മൂട്ടിയെയും കേന്ദ്രമാക്കിക്കൊണ്ട് അവരുടെ സിനിമകളെ സംബന്ധിച്ചുള്ള പഠനങ്ങളുടെ ഒരു സമാഹാരം അദ്ദേഹം നടത്തിയിട്ടുണ്ട്. പുരുഷ വേഷങ്ങൾ എന്നാണ് ആ പുസ്തകത്തിന്റെ പേര്. അതുപോലെ സിൽവിയ പ്ലാത്തിന്റെ കത്തുകളുടെ വിവർത്തനം, വീട്ടിലേക്കുള്ള കത്തുകൾ എന്ന പേരിൽ അദ്ദേഹം വിവർത്തനം ചെയ്യുകയുണ്ടായി. അതുകൂടാതെ മലയാളത്തിന്റെ അവസ്ഥാന്തരങ്ങൾ എന്ന സിനിമ സംബന്ധിയായ ഒരു പുസ്തകം, ആത്മഹത്യ, ജീവിതം കൊണ്ട് മുറിവേറ്റവന്റെ വാക്ക്, ഉന്മാദം, അബോധത്തിന്റെ മഹോത്സവം എന്നീ കൃതികളുടെ സഹകർത്താവ് കൂടിയാണ് അദ്ദേഹം. 2006-ൽ മികച്ച ചലച്ചിത്ര വിവർത്തന ഗ്രന്ഥത്തിനുള്ള അല അവാർഡ് അദ്ദേഹത്തിന് ലഭിക്കുകയുണ്ടായി. 2012-ലാണ് കേരള സാഹിത്യ അക്കാദമിയുടെ എൻഡോമെന്റ് പുരസ്കാരം അദ്ദേഹത്തിന് ലഭിച്ചത്. ഇങ്ങനെ സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും അതിൽ ഗവേഷണം ചെയ്യുന്നവർക്കും ഉപകാരപ്രദമായ ഗ്രന്ഥങ്ങളുടെ കർത്താവാണ് NP സജീഷ്. അദ്ദേഹത്തിന്റെ ഒരു ലേഖനമാണ് 2016-ൽ മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൽ വന്ന വെളുത്ത തിരശ്ശീലയിലെ കറുത്ത ഉടലുകൾ എന്ന ലേഖനം. അതാണ് നമുക്ക് പഠിക്കാനുള്ളത്. ആ ലേഖനത്തിലേക്ക് നമുക്ക് ഒന്ന് കടന്നു നോക്കാം. കറുത്ത നിറമുള്ള മനുഷ്യരോട് ഇന്ത്യൻ വിവേചനത്തെ, സമീപനത്തെ, വംശീയപരമായിട്ടുള്ള അധിക്ഷേപത്തെ, അത്തരം മനോഭാവങ്ങളെ വിമർശനാത്മകമായി വിലയിരുത്തുന്ന ഒരു ലേഖനമാണ് NP സജീഷിന്റെ വെളുത്ത തിരശ്ശീലയിലെ കറുത്ത ഉടലുകൾ എന്നത്. ഈ ലേഖനം തുടങ്ങുന്നത് കുരിപ്പുഴ ശ്രീകുമാറിന്റെ കീഴാളൻ എന്ന കവിതയിൽ ഏതാനും വരികൾ ഉദ്ധരിച്ചുകൊണ്ടാണ്. അതിങ്ങനെയാണ്: മേലാള കഴുമരമേറി പിടഞ്ഞൊടുങ്ങുന്നേ കറുത്ത സൂര്യന്മാർ, മേലാള കഴുമരമേറി പിടഞ്ഞൊടുങ്ങുന്നേ കറുത്ത സൂര്യന്മാർ, കീഴാളത്തെരുവുകൾ തോറും മുളച്ചു പൊന്തുന്നേ കറുത്ത സൂര്യന്മാർ, കീഴാളത്തെരുവുകൾ തോറും മുളച്ചു പൊന്തുന്നേ കറുത്ത സൂര്യന്മാർ. ഈ വരികൾ കൊടുക്കുന്നതിനും ഒരു പ്രത്യേക രാഷ്ട്രീയമുണ്ട്. ആ രാഷ്ട്രീയം എന്താണ് എന്ന് നമുക്ക് ലേഖനത്തിനകത്തേക്ക് കടക്കുമ്പോൾ മനസ്സിലാവും. സമകാലിക ഇന്ത്യൻ സമൂഹത്തെ സംബന്ധിച്ച മുൻധാരണ ഒട്ടനവധി കളകൾ പറിച്ചെറിഞ്ഞാണ് രോഹിത് വെമുല മേലാള കഴുമരത്തിൽ പിടഞ്ഞൊടുങ്ങിയത് എന്ന് അദ്ദേഹം നിരീക്ഷിക്കുന്നുണ്ട്. ഒരു വശത്ത് പ്രബല ജാതികളുടെ അധികാരവും അതിന്റെ ദൃശ്യതയും സാമ്പത്തിക സാന്നിധ്യവും, മറുവശത്ത് കീഴ്ജാതികളുടെ അധീനസ്ഥിതി, അദൃശ്യതയും പാർശ്വവൽക്കരണവും അതേപടി തുടരുന്നതിനാൽ സാമൂഹികവും രാഷ്ട്രീയവുമായ ആധുനിക വ്യവഹാര മണ്ഡലങ്ങളിൽ ജാതി ഇന്നും പ്രബലമായി നിലനിൽക്കുന്നുണ്ട് എന്നാണ് യാഥാർത്ഥ്യം. സവർണ വരേണ്യതയെ പുൽകുന്ന ഒരു തീവ്ര ഹിന്ദു വലതുപക്ഷ ഭരണകൂടം നിലനിൽക്കുമ്പോൾ
അവർ അധികാരത്തിൽ നിൽക്കുമ്പോൾ കീഴാള ജീവിതം ഇന്ത്യാ ചരിത്രത്തിലെ ഏറ്റവും ദുഷ്കരമായ അവസ്ഥാവിശേഷത്തിലൂടെയാണ് കടന്നു പോകുന്നത് എന്ന് അദ്ദേഹം നിരീക്ഷിക്കുന്നു. കീഴാള ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ പൊതുബോധം രൂപപ്പെടുത്തുന്നതിലും സവർണ ഹിന്ദുത്വത്തിൻ്റെ ആധിപത്യ വ്യവഹാരങ്ങൾക്ക് അനുഗുണമായ ഒരു പ്രത്യയശാസ്ത്ര പൂജ ചെയ്യുന്നതിലുമൊക്കെ ജനപ്രിയ സംസ്കാരം, അതിൻ്റെ ഘടകമായിട്ടുള്ള സിനിമ വലിയ പങ്ക് വഹിക്കുന്നുണ്ട് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. മുഖ്യധാരാ സിനിമയിൽ മേൽജാതിയും കീഴ്ജാതിയും ദൃശ്യപ്പെടുന്നുണ്ട്. പരിഷ്കൃതം അപരിഷ്കൃതം, പക്വം അപക്വം, യജമാനൻ ഭൃത്യൻ എന്നിങ്ങനെയുള്ള ദ്വന്ദ്വ സൂചകങ്ങളിലൂടെയാണ് ഈ സവർണനും അവർണനും തമ്മിലുള്ള വൈരുദ്ധ്യം പ്രതിനിധാനം ചെയ്യപ്പെടുന്നത്. ലോക വ്യവസായ രംഗത്ത് കറുപ്പ് നിറമുള്ള താരശരീരങ്ങൾ തിരസ്കരിക്കപ്പെടുകയോ ക്രിമിനൽ കഥാപാത്രങ്ങളുടെ വാർപ്പു മാതൃകകളിൽ തളച്ചിടപ്പെടുകയോ ചെയ്യുകയാണ് പതിവ്. അതിന് അദ്ദേഹം നിരീക്ഷിക്കുന്ന 2 നടന്മാരുടെ ശരീരത്തെയാണ് അദ്ദേഹം എടുത്തു പറയുന്നത്. അതിലൊരാൾ നവാസുദ്ദീൻ സിദ്ദിഖിയും മറ്റൊരാൾ മനോജ് ബാജ്പേയിയുമാണ്. അദ്ദേഹം നിരീക്ഷിക്കുന്നത് ഇങ്ങനെയാണ്: നവാസുദ്ദീൻ സിദ്ദിഖിയും മനോജ് ബാജ്പേയിയും മുതൽ മലയാളത്തിൽ ഇങ്ങു വന്ന ചമ്പൻ വിനോദ് ജോസ് വരെയുള്ള താരശരീരങ്ങളെ, ആർട്ടിസ്റ്റുകളുടെ ശരീരങ്ങളെ ഇങ്ങനെ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്, വാർപ്പു മാതൃകകളിലേക്ക് തളച്ചിടപ്പെട്ടിട്ടുണ്ട് എന്നാണ് അദ്ദേഹത്തിന്റെ നിരീക്ഷണം. ഇവിടെ വെളുപ്പ് എന്ന വരണ്യവർഗം കറുപ്പ് എന്ന കീഴാള വർണ്ണത്തെ അധിക്ഷേപിക്കുകയാണ് യഥാർത്ഥത്തിൽ. അതിനും അദ്ദേഹം ഒരു ഉദാഹരണം കണ്ടെത്തുന്നുണ്ട്. കരീന കപൂർ ബിപാഷ ബസു എന്ന നടിയെ കരിമ്പൂച്ച എന്നാണ് വിളിച്ചത് എന്നാണ്. ശരീരത്തിന്റെ നിറത്തെ മുൻനിർത്തിയിട്ടുള്ള അധിക്ഷേപം തന്നെയാണത്. മറ്റൊരു ഉദാഹരണം മലയാളത്തിൽ നിന്ന് അദ്ദേഹം കണ്ടെത്തുന്നത് ആക്ഷൻ ഹീറോ ബിജു എന്ന സിനിമയിലെ ബിജു എന്ന കഥാപാത്രം, ബിജു എന്ന പോലീസുകാരൻ കറുപ്പ് നിറമുള്ളവനെ അല്ലെങ്കിൽ കറുപ്പ് നിറമുള്ളവരെ ആക്ഷേപിക്കാൻ വേണ്ടി മാത്രമാണ് ആ സിനിമയിൽ ഉടനീളം ശ്രമിച്ചിട്ടുള്ളത് എന്ന് കാണാം. കറുത്തവളെ പ്രേമിച്ചതിന്റെ പേരിൽ മാത്രം നിനക്ക് ഞാനൊന്ന് തരാനിരുന്നതാ എന്ന് ഓട്ടോ ഡ്രൈവറോട് ആ പോലീസുകാരൻ പറയുന്നത് കാണാം. അപ്പൊ കറുത്തവർ ചേരികളും ഗ്രാമങ്ങളും ഗ്രാമീണ കോളനികളും ഒക്കെ ആഗോളീകരിക്കപ്പെട്ട നഗര ഇന്ത്യയുടെ അഥവാ നവ ഇന്ത്യയുടെ അപരിഷ്കൃതവും അപകടകരവുമായ അപരദേശങ്ങളായിട്ടാണ് ചിത്രീകരിക്കപ്പെടുന്നത്. അത് ബീഹാറിലെയും ജാർഖണ്ഡിലെയും വിദൂര ഗ്രാമങ്ങൾ മുതൽ ഇങ്ങ് മധുരയിലും, തമിഴ്നാട്ടിലെ മധുരയിലും കേരളത്തിലെ മട്ടാഞ്ചേരി വരെ അത് നീളുന്നുണ്ട്. അത്തരത്തിൽ അപരവൽക്കരിക്കപ്പെടുന്നുണ്ട്. ഇന്ത്യൻ സിനിമ പൊതുവെ കീഴാളത്വമുള്ളവരെ അല്ലെങ്കിൽ കറുപ്പ് നിറമുള്ളവരെ പാർശ്വവൽക്കരിക്കുന്നുണ്ട്. അത്തരം കഥാപാത്രങ്ങളിലേക്ക് അവരെ ഒതുക്കി നിർത്തുന്നുണ്ട് എന്നതിന് ഇന്ത്യൻ സിനിമ തന്നെ നിരവധി ഉദാഹരണങ്ങൾ നമുക്ക് മുമ്പിൽ നിരത്തി വയ്ക്കുന്നുണ്ട്. അത്തരത്തിലുള്ള അന്വേഷണങ്ങളിലേക്കാണ് ഈ ലേഖനം കടക്കുന്നത്. ബോളിവുഡിന്റെ വർണ്ണവെറിയെക്കുറിച്ചാണ് അദ്ദേഹം പറയുന്നത്. ആദ്യമായി അദ്ദേഹം രേഖപ്പെടുത്തുന്നത്, സ്വാതന്ത്ര്യലബ്ധിക്ക് ശേഷം 6 പതിറ്റാണ്ടുകൾ പിന്നിട്ടിട്ടും വർണ്ണവെറി ഇപ്പോഴും ഇന്ത്യൻ മനസ്സിനുണ്ട്, അത് ഇതുവരെ കൈയൊഴിഞ്ഞിട്ടില്ല എന്ന് അദ്ദേഹം നിരീക്ഷിക്കുന്നുണ്ട്. അത് തിരശീലയ്ക്കകത്തും പുറത്തും ഉണ്ട്. അത് വംശീയതയുടെ വിഷമമിപ്പിക്കുന്ന ഒരു അവസ്ഥയായിട്ട് പരിണമിച്ചിട്ടുണ്ട് എന്ന് അദ്ദേഹം പറയുന്നു. ഈ വംശീയത വ്യക്തികളുടെ മുൻവിധി എന്നതിലുപരി സാമൂഹികമായ നിഷ്കാസനമാണ് എന്ന് അദ്ദേഹം നിരീക്ഷിക്കുന്നുണ്ട്. ഇരുണ്ട നിറമുള്ളത് കൊണ്ട് തനിക്ക് കരിയറിന്റെ തുടക്കത്തിൽ തന്നെ നിരവധി വേഷങ്ങൾ നഷ്ടമായി എന്ന് നവാസുദ്ദീൻ സിദ്ദിഖി പറയുന്നുണ്ട്. അദ്ദേഹം ബോളിവുഡിലെ മരംചുറ്റി പ്രണയങ്ങളെയൊക്കെ നിശിതമായി വിമർശിക്കുന്ന ഒരു വ്യക്തിയാണ്, ഒരു നടനാണ്. അതുകൊണ്ട് തന്നെ ആ വിമർശനങ്ങൾക്കുള്ള മറുപടി എന്ന മട്ടിൽ അദ്ദേഹത്തെ വംശീയമായി അധിക്ഷേപിക്കാനുള്ള ശ്രമവും ബോളിവുഡിൽ നിന്നുണ്ടായിട്ടുണ്ട്. ഋഷി കപൂർ അദ്ദേഹത്തെ അത്തരത്തിൽ വംശീയമായിട്ട് അധിക്ഷേപിക്കുന്നുണ്ട്. ഋഷി കപൂർ നവാസുദ്ദീൻ സിദ്ദിഖിയെ കുറിച്ച് പറയുന്നത് നോക്കൂ: നിങ്ങൾക്ക് ഒരിക്കലും മരംചുറ്റി പ്രേമം അഭിനയിക്കാനാവില്ല, ഒരിക്കലും നിങ്ങൾക്ക് അതിനുള്ള അവസരം കിട്ടില്ല, നിങ്ങൾക്ക് അത് ചെയ്യാനുള്ള കഴിവില്ല, അതിന് യോജിച്ച പ്രതിച്ഛായയുമില്ല എന്നാണ് ഋഷി കപൂർ സിദ്ദിഖിയോട് പറഞ്ഞത്. അപ്പോൾ സവർണരും ഉന്നത കുലജാതീയരായിട്ടുള്ള ഹിന്ദുക്കളും ബ്രാഹ്മണിക്കൽ കുലനാമങ്ങൾ പേറുന്നവരുമായിട്ടുള്ള കാൽപ്പനിക നായകന്മാരുടെ പ്രതിച്ഛായയിലേക്ക് വരാൻ പറ്റാത്ത കീഴാളത്ത ശരീരമാണ് നവാസുദ്ദീൻ സിദ്ദീഖിൻ്റേത് എന്ന് വംശീയപരമായിട്ടുള്ള അധിക്ഷേപമാണ്
ഋഷി കപൂർ ഇദ്ദേഹത്തെക്കുറിച്ച് നടത്തിയിട്ടുള്ളത് എന്നാണ് ലേഖകന്റെ നിരീക്ഷണം. ബ്രാഹ്മണിക്ക് കുലനാമങ്ങൾ പേറുന്നവരുമായിട്ടുള്ള കാൽപ്പനിക നായകന്മാരുടെ പ്രതിച്ഛായയിലേക്ക് വരാൻ പറ്റാത്ത കീഴാളത്തെ ശരീരമാണ് നവാസുദ്ദീൻ സിദ്ദീഖിൻ്റേത് എന്ന് വംശീയപരമായിട്ടുള്ള അധിക്ഷേപമാണ് ഋഷി കപൂർ ഇദ്ദേഹത്തെക്കുറിച്ച് നടത്തിയിട്ടുള്ളത് എന്നാണ് ലേഖകന്റെ നിരീക്ഷണം. അവരിൽ ആരോപിക്കപ്പെടുന്നത് എന്താണ്? കറുത്ത നിറമുള്ളവരിൽ ആരോപിക്കപ്പെടുന്നത് ക്രൂരതയും ആക്രമണോത്സുകതയും മാത്രമാണ്. അതുതന്നെയാണ് ബോളിവുഡിൽ കാണുന്നത്. നവാസുദ്ദീൻ സിദ്ദീഖി എന്ന ഇന്ത്യ കണ്ട എക്കാലത്തെയും മികച്ച ഒരു അഭിനേതാവിന് കൊടുത്ത റോളുകൾ നോക്കൂ. കള്ളൻ്റെയും കൊലപാതകിയുടെയും വംശീയപരമായ വാർപ്പ് മാതൃകകളാണ്. ഇത് ബോളിവുഡിൻ്റെ മുൻവിധി കലർന്ന മാനസികാവസ്ഥ തന്നെയാണ് എന്നാണ്. അത് തന്നെയാണ് ഋഷി കപൂറും വെളിപ്പെടുത്തിയിട്ടുള്ളത്, അല്ലെങ്കിൽ ഋഷി കപൂറിൻ്റെ വാക്കുകളിൽ അത് തന്നെയാണുള്ളത്. ലേഖകൻ മറ്റൊരു അഭിനേതാവിനെ കുറിച്ച് പറയുന്നുണ്ട്, മനോജ് ബാജ്പേയി എന്ന നടൻ. അദ്ദേഹവും ഈ രീതിയിൽ വംശീയ വിവേചനത്തിന് പലതവണ ഇരയായിട്ടുണ്ട് എന്ന് അദ്ദേഹം നിരീക്ഷിക്കുന്നുണ്ട്. ശ്യാം ബെനഗലിൻ്റെ സുബൈദ 2001 പുറത്തിറങ്ങിയ സിനിമയാണ്. സുബൈദ എന്ന സിനിമയിൽ മഹാരാജ വിജയേന്ദ്ര സിംഗ് ആയിട്ട് വേഷമിട്ടത് മനോജ് ബാജ്പേയിയാണ്. അദ്ദേഹത്തിന് രാജാവിന് വേണ്ട ശരീരമില്ല, രാജാവിന് വേണ്ട ലുക്കില്ല എന്നായിരുന്നു ഒരു വിമർശകൻ്റെ അഭിപ്രായം. അത് തന്നെ വല്ലാതെ വേദനിപ്പിച്ചു എന്ന് മനോജ് ബാജ്പേയി പല ഇൻ്റർവ്യൂകളിലും പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് ചോക്ക് ആൻഡ് ഡസ്റ്റർ എന്ന സിനിമയിൽ ഇദ്ദേഹത്തിന് ക്വിസ് മാസ്റ്ററുടെ റോളായിരുന്നു. ഇദ്ദേഹം അതിനുവേണ്ടി ഷൂട്ടിങ്ങൊക്കെ തുടങ്ങുന്ന സ്ഥലത്തേക്ക് തയ്യാറായി വന്നു. ഷൂട്ടിംഗ് തുടങ്ങുന്നതിന് മുമ്പ് ഇദ്ദേഹത്തെ തിരിച്ചയക്കുകയാണ്. അതിൻ്റെ നിർമ്മാതാവ് കൂടിയ ജൂഹി ചൗള പറഞ്ഞത് ക്വിസ് മാസ്റ്റർ ആവാനുള്ള ശാരീരിക യോഗ്യത, ലുക്ക് ഇദ്ദേഹത്തിന് ഇല്ല എന്നുള്ളതാണ്. അതുപോലെ ബോളിവുഡിൻ്റെ ഈ വർണ്ണവെറിക്കെതിരെ തുറന്നടിച്ച ഒരു നടിയുണ്ട്. സ്ലം ഡോഗ് മില്യനയർ എന്ന സിനിമയിലൂടെ അന്താരാഷ്ട്ര പ്രശസ്തി നേടിയ ഫ്രീദ പിൻറ്റോ. ഇരുണ്ട നിറം കാരണമാണ് ഞാൻ ബോളിവുഡിൽ നിന്നും ഔട്ടായി പോയത്, ഞാൻ തിരസ്കരിക്കപ്പെട്ടത് എന്നും അതുകൊണ്ട് തന്നെയാണ് എനിക്ക് ഹോളിവുഡിലേക്ക് പ്രവേശനം ലഭിച്ചത് എന്നും ഫ്രീദ പിൻറ്റോ പറയുന്നുണ്ട്. ഫെയർനെസ് ക്രീമിനോടുള്ള ബോളിവുഡിൻ്റെ അടങ്ങാത്ത അഭിനിവേശത്തെ ഫ്രീദ പിൻറ്റോ വിമർശിക്കുന്നുണ്ട്. ഫ്രീദ പിൻറ്റോ എന്ന നടി മംഗലാപുരത്തുകാരിയാണ് എന്ന് ഓർക്കണം. അവരെയാണ് നിറത്തിൻ്റെ പേരിൽ ഇന്ത്യൻ സിനിമ തിരസ്കരിച്ചതും ഹോളിവുഡ് സിനിമ സ്വീകരിച്ചതും. ലേഖകൻ സൂചിപ്പിക്കുന്ന ഒരു മറ്റൊരു നടിയാണ് നന്ദിത ദാസ്. വിനോദ വ്യവസായ രംഗത്ത് ശക്തമായ സമ്മർദ്ദമുണ്ടായിട്ടും തൻ്റെ നിറം മാറ്റാൻ അവർ തയ്യാറായിരുന്നില്ല. ഉന്നത ജാതി ഹിന്ദു സൗന്ദര്യശാസ്ത്രത്തിൻ്റെ ഭാഗമായ വെളുപ്പിനോടുള്ള ഭ്രമത്തിനെതിരെ കറുപ്പ് സുന്ദരമാണ് എന്ന് പറയാനാണ് അവർ ആഗ്രഹിച്ചത്. 2 കോടി രൂപയുടെ ഭീമമായ പ്രതിഫലം വാഗ്ദാനം ചെയ്യപ്പെട്ടിട്ടും ഒരു ഫെയർനെസ് ക്രീമിൻ്റെ പരസ്യത്തിൽ അഭിനയിക്കാൻ നന്ദിത ദാസ് തയ്യാറായിരുന്നില്ല എന്നതാണ്. അതവരുടെ നിലപാടിൻ്റെ ഒരു സൂചകമാണ്. കറുപ്പിന് വേണ്ടി, കറുപ്പിൻ്റെ അവകാശത്തിന് വേണ്ടി, കറുപ്പ് സുന്ദരമാണ് എന്ന ക്യാമ്പയിൻ വിജയകരമാക്കാൻ വേണ്ടി പ്രവർത്തിച്ച അവരുടെ ഭാഗത്ത് നിന്ന് ഇങ്ങനെയല്ലാതെ മറ്റൊരു പ്രതികരണം നമ്മൾ പ്രതീക്ഷിക്കേണ്ടതില്ല. നേരത്തെ പറഞ്ഞല്ലോ ബിപാഷാ ബസുവിനെ കരീന കപൂർ കരിമ്പൂച്ച എന്ന് വിളിച്ചതിനെക്കുറിച്ച്. അജ്നബി എന്ന് പറയുന്ന സിനിമയുടെ ചിത്രീകരണത്തിനിടയിലാണ് ഇങ്ങനെയൊരു അധിക്ഷേപം കരീന കപൂറിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായത്. തൊലി നിറത്തിൻ്റെ പേരിലാണ് അധിക്ഷേപിക്കപ്പെടുന്നത് എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. സംവിധായകനായ മഹേഷ് ഭട്ട് ഇക്കാര്യം വെളിപ്പെടുത്തിയിട്ടുണ്ട്. നടിയായ സോനം കപൂറും നിറത്തെ സംബന്ധിച്ച് തൻ്റെ അഭിപ്രായം വെളിപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങളെ കാണാൻ ഭംഗിയില്ലെങ്കിൽ അവർ കരുതും നിങ്ങളൊരു നല്ല അഭിനേതാവാണെന്ന്. ഈ പറഞ്ഞത് താനൊരു സുന്ദരിയായതുകൊണ്ട് നല്ല നടിയായി പരിഗണിക്കുന്നില്ല എന്നാണ് അവർ പറഞ്ഞതിൻ്റെ അർത്ഥം. ശബാന ആസ്മിയും നന്ദിത ദാസുമൊക്കെ ഈ സിനിമയിൽ നിലനിൽക്കുന്നത് അവരുടെ അഭിനയശേഷി കൊണ്ടാണ്, അല്ലാതെ സൗന്ദര്യം കൊണ്ടല്ല എന്നാണ് വിവക്ഷ. അതിൻ്റെ അർത്ഥം ഇതാണ്, കറുപ്പ് എന്നത് സൗന്ദര്യമല്ല എന്നതാണ് അതിൻ്റെ ചുരുക്കം. അതുപോലെ ബോളിവുഡിൽ നിന്നും തിരസ്കരിക്കപ്പെട്ട ഒരു തമിഴ് നടനാണ് ധനുഷ്. രാഞ്ചാന എന്ന ചിത്രത്തിലൂടെയാണ് അദ്ദേഹം ബോളിവുഡിൽ ശ്രദ്ധ നേടുന്നത്. ആനന്ദ് റായിയെ ധനുഷിനെ നായകനാക്കുന്നതിൽ നിന്നും പലരും പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. കാരണം ഹിന്ദി സിനിമയ്ക്ക്, ബോളിവുഡിന് വേണ്ടുന്ന ശരീര സൗന്ദര്യം ധനുഷിനില്ല എന്നുള്ളതാണ് അവർ ഒക്കെ പറഞ്ഞത്. ധനുഷിനെ തന്നെ നായകനാക്കാനാണ് സംവിധായകൻ മുതിർന്നത്. ഇവരുടെ ഭീഷണിക്കൊന്നും അദ്ദേഹം വഴങ്ങിയില്ല. ലേഖകൻ ഓർമ്മിപ്പിക്കുന്നൊരു കാര്യമുണ്ട്.
സ്വതന്ത്രപൂർവ്വ ഇന്ത്യയിൽ സിനിമയുടെ ശൈശവ ദശയിൽ തന്നെ ദളിത് പെൺകുട്ടി നായിക കഥാപാത്രമായൊരു ചിത്രം നിർമ്മിക്കപ്പെട്ടിരുന്നു 1936. അച്യുത് കന്യ എന്നായിരുന്നു ആ സിനിമയുടെ പേര്. അതിൻ്റെ അർത്ഥം തൊട്ടുകൂടാത്ത കന്യക എന്നാണ്. ബ്രാഹ്മണനും ദളിത് യുവതിയും തമ്മിലുള്ള പ്രണയമായിരുന്നു അതിൻ്റെ പ്രമേയം. എന്നാൽ ഇതിൻ്റെ ഒരു തുടർച്ച പിന്നീട് ഉണ്ടായില്ല. പക്ഷേ ജാതിയെ അഭിസംബോധന ചെയ്യുന്ന ഇത്തരം ആഖ്യാനങ്ങളൊന്നും പിന്നീട് ഇന്ത്യൻ സിനിമയിൽ ഉണ്ടായില്ല എന്നാണ് ലേഖകൻ സൂചിപ്പിക്കുന്ന ഒരു കാര്യം. സ്വാതന്ത്ര്യത്തിന് ശേഷമുള്ള ബോളിവുഡ് അതിൻ്റെ ആദ്യ ദശകങ്ങളിൽ നെഹ്റുവിയൻ സോഷ്യലിസത്തിൻ്റെ ആദർശങ്ങളെ മുറുകെ പിടിച്ചിരുന്നതായി ലേഖകൻ സൂചിപ്പിക്കുന്നുണ്ട്. ഗുരുദത്തിൻ്റെയും ബിമൽ റോയിയുടെയൊക്കെ ചിത്രങ്ങൾ സമ്പന്ന വരേണ്യവർഗങ്ങൾ ദരിദ്ര ജനവിഭാഗങ്ങളുടെ സഹനങ്ങളോട് നിർവികാരത വെച്ചു പുലർത്തുന്ന നിർദ്ദയരായിട്ടാണ് ചിത്രീകരിക്കപ്പെട്ടത്. ഗ്രാമീണരുടെയും ദരിദ്രരുടെയും ജാതി ഈ ജനപ്രിയ ആഖ്യാനങ്ങളിൽ ഒരു തരത്തിലും ആവിഷ്കരിക്കപ്പെട്ടിരുന്നില്ല. അതിനിടയിൽ ശ്രദ്ധിക്കപ്പെട്ട ഒരു സിനിമയെക്കുറിച്ച് പറയേണ്ടതുണ്ട്. 1959 പുറത്തിറങ്ങിയ സുജാത എന്ന സിനിമയാണ്. ബിമൽ റോയി സംവിധാനം ചെയ്ത സുജാത അംബേദ്കറുടെ ഐത്തോച്ചാടന സമരങ്ങളിൽ നിന്ന് പ്രചോദിതമായി നിർമ്മിച്ച ചിത്രമാണ്. ഹിന്ദുമതത്തിലെ ചണ്ഡാലിക എന്ന മിത്തിനെ ഉപപാഠമായി സ്വീകരിച്ചുകൊണ്ടാണ് ജാതി വ്യവസ്ഥയെ മുഴുവൻ, അതിൻ്റെ നിഷ്ഠൂരതകളെ മുഴുവൻ വരച്ചു കാണിക്കുന്ന ഈ സിനിമ നിർമ്മിച്ചത്. അതിലും ബ്രാഹ്മണ യുവാവും ദളിത് പെൺകുട്ടിയും തമ്മിലുള്ള പ്രണയമായിരുന്നു പ്രമേയം. 1960കളിൽ ഉപരിവർഗത്തിൻ്റെ വൈകാരിക ലോകമാണ് ബോളിവുഡ് സിനിമ പ്രഖ്യാപിച്ചത് അല്ലെങ്കിൽ തുറന്നിട്ടത്. പാശ്ചാത്യ വേഷം ധരിച്ച് വിദേശ ലൊക്കേഷനുകളിൽ ആടിപ്പാടുന്ന നായികന്മാരെയാണ് ആ കാലഘട്ടത്തിൽ നമ്മൾ കണ്ടത്. അതിൽ തന്നെ ഉന്നത ജാതിയുടെ പ്രതീകങ്ങളായ ഉന്നത ജാതി നാമങ്ങളുള്ള ഈ റൊമാൻറ്റിക് ഹീറോകളാണ് ആ സിനിമകളിലൊക്കെ പ്രത്യക്ഷപ്പെട്ടത്. ബ്രാഹ്മണിക്കൽ ആചാരങ്ങളെയാണ് അത്തരം കഥാപാത്രങ്ങളൊക്കെ പിന്തുടർന്നു പോകുന്നത്. അതിൻ്റെ ഒരു തുടർച്ച എന്ന നിലയിൽ തന്നെയാണ് 70കളിൽ അമിതാഭ് ബച്ചനുമൊക്കെ നായകനായിക്കൊണ്ടുള്ള സിനിമകൾ ഇറങ്ങിയത്. അത്തരം സിനിമകളിൽ നായക കഥാപാത്രം അസമത്വവും അഴിമതിയും ദാരിദ്ര്യവും ക്രമസമാധാന ലംഘനവും ഒക്കെ ഉൾപ്പെടുന്ന രാജ്യത്തിൻ്റെ പ്രശ്നങ്ങളെ മുഴുവൻ തൻ്റെ ഉരുക്കുമുഷ്ടിക്കൊണ്ട് ഇല്ലാതാക്കും. പക്ഷേ ഇത്തരം നായകന്മാരൊന്നും ഈ ജാതീയമായ അസമത്വത്തെ കണ്ടിരുന്നില്ല, അല്ലെങ്കിൽ ജാതീയമായ അസമത്വങ്ങളിലേക്ക് സിനിമയുടെ ശ്രദ്ധ കേന്ദ്രീകരിക്കപ്പെട്ടില്ല. ഗ്രാമീണ ഇന്ത്യയുടെ ദളിത് ചൂഷണത്തെ വിമർശന വിധേയമാക്കിയത് ബോളിവുഡിലെ സമാന്തര സിനിമയാണ്. അത്തരം ഒരു ആവിഷ്കാരമാണ് ശ്യാം ബെനഗലിൻ്റെ അങ്കുർ എന്ന സിനിമ. 1974 ഈ സിനിമ ഇറങ്ങുന്നത്. അതുപോലെ തന്നെ 2001 ഇറങ്ങിയ ലഗാൻ എന്ന സിനിമയെക്കുറിച്ചും എടുത്തു പറയേണ്ടതുണ്ട്. ക്രിക്കറ്റ് എന്ന കളി ഒരു വരേണ്യ കളിയാണ്. ഇത്തരം വരേണ്യ കളിയിലൂടെ തന്നെ കൊളോണിയൽ വിരുദ്ധ പോരാട്ടം നടത്തിയ കീഴാളരുടെ കഥയാണ് ലഗാൻ എന്ന സിനിമയിൽ പറയുന്നത്. കീഴാളൻ്റെ കരുത്തിനെയും കഴിവിനെയും ആത്മാഭിമാനത്തെയും സ്വത്വബോധത്തെയും ഒക്കെ കടും നിറത്തിൽ തന്നെ അടയാളപ്പെടുത്തുന്ന ഒരു സിനിമയായിരുന്നു ലഗാൻ. അതുപോലെ ശ്രദ്ധിക്കപ്പെട്ട ഒരു കാര്യം, വരേണ്യമായ കുടുംബ പശ്ചാത്തലത്തിൽ നിന്നും വരുന്ന നടന്മാർക്ക് ധീരോദാത്തരായിട്ടുള്ള കഥാപാത്രങ്ങളെ അവതരിപ്പിക്കാൻ പറ്റൂ എന്ന ഒരു മുൻവിധി നിലവിലുണ്ടായിരുന്നു. അത്തരത്തിലുള്ള നായകന്മാർക്ക്, അത്തരത്തിലുള്ള പുരുഷന്മാർക്ക് നായകനാവാൻ യോഗ്യതയുള്ളൂ എന്നതാണ് ബോളിവുഡിൻ്റെ ഒരു നിലപാട്. മുഖ്യധാരാ സിനിമയിലെ വൈവിധ്യത്തിൻ്റെ അഭാവത്തെയും ബഹുസ്വരതയുടെ തമസ്കരണത്തെയുമാണ് ഇത് കാണിക്കുന്നത്. ദി ഹിന്ദു എന്ന ദിനപത്രം തയ്യാറാക്കിയ ഒരു റിപ്പോർട്ടിലുണ്ട്. 300ഓളം സിനിമകളാണ് ആ കാലഘട്ടത്തിൽ ഇറങ്ങിയത്. അത്തരം സിനിമകളെ മുൻനിർത്തിക്കൊണ്ട്, അതിലെ കേന്ദ്ര കഥാപാത്രങ്ങളെ മുൻനിർത്തിക്കൊണ്ട് തയ്യാറാക്കിയിട്ടുള്ള റിപ്പോർട്ടിൽ പറയുന്നുണ്ട്, അവരുടെ കണക്ക് പ്രകാരം അവയിൽ 6 കേന്ദ്ര കഥാപാത്രങ്ങൾ മാത്രമേ പിന്നോക്ക ജാതിക്കാരായിട്ടുള്ളൂ എന്നാണ്. അതേസമയം ഇതേ കാലയളവിൽ തന്നെയാണ് തമിഴ് സിനിമയെക്കുറിച്ചുള്ള ഒരു കണക്കെടുപ്പും നടക്കുന്നത്. തമിഴ് സിനിമയിൽ കീഴാളരായ നിരവധി മുഖ്യ കഥാപാത്രങ്ങൾ കടന്നു വരുന്നുണ്ട് എന്ന് പത്രം നിരീക്ഷിക്കുന്നുണ്ട്. അതിൽപ്പെട്ട 6 സിനിമകളെ ലേഖകൻ എടുത്തു പറയുന്നുണ്ട്. അതിലൊന്ന് രൺദീപ് ഹുഡ വേഷമിട്ട ഹൈവേ എന്ന ചിത്രമാണ്. 2014 ഗുജ്ജർ ജാതിക്കാരനായ ക്രിമിനലായിട്ടാണ് രൺദീപ് ഹുഡ അതിൽ വേഷമിട്ടത്. അതുപോലെ ഗാർഹിക പീഡനത്തിനെതിരെ മുളവടിയുമായി ചെറുത്തുനിൽപ്പ് നടത്തിയ യുപിയിലെ സമ്പത് പാൽ ദേവി എന്ന ഗ്രാമീണ സ്ത്രീയുടെ നേതൃത്വത്തിലുള്ള പെൺപോരാളികളുടെ കഥ, ജീവിതം പറഞ്ഞ ഗുലാബി ഗ്യാങ് എന്ന സിനിമ 2014 ഇറങ്ങിയ.
അതുപോലെ മണിപ്പൂരിലെ ഗോത്രവർഗക്കാരിയായ ബോക്സിംഗ് ചാമ്പ്യൻ മേരി കോമിൻ്റെ ജീവിതം പകർത്തിയ മേരി കോം എന്ന സിനിമ. ഈ സിനിമകൾ നേരത്തെ പറഞ്ഞ 6 സിനിമകളിൽ പെടുന്നവയാണ്. 2014 ഇവയൊക്കെ ഇറങ്ങുന്നത്. ലേഖകൻ കീഴാളതയുടെ കാർണിവൽ എന്ന ഉപശീർഷകത്തിൽ പറയാൻ ശ്രമിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. നേരത്തെ സൂചിപ്പിച്ച നടന്മാർ നവാസുദ്ദീൻ സിദ്ദീഖി, മനോജ് ബാജ്പേയി, അതുപോലെ ചെമ്പൻ വിനോദ് ജോസ്, മലയാള നടനായിട്ടുള്ള ചെമ്പൻ വിനോദ് ജോസ്, ഇവരെപ്പോലെ കീഴാള ശരീരമുള്ള താരങ്ങൾ നാഗരിക ലോകത്തിൻ്റെ അപരദേശങ്ങളിലെ കള്ളന്മാരെയും കൊലപാതകികളെയും മറ്റും അവതരിപ്പിക്കാനാണ് കൂടുതലും നിയോഗിക്കപ്പെടുന്നത് എന്നാണ് ലേഖകൻ്റെ ഒരു നിരീക്ഷണം. ഇന്ത്യൻ സിനിമയിലെ കീഴാള ഇടത്തെ സംബന്ധിച്ച് പഠനം നടത്തിയ ആളാണ് സരുനാസ് പോങ്സ്നിസ് എന്ന് പറയുന്ന അധ്യാപകൻ. അദ്ദേഹം കോനാസ് യൂണിവേഴ്സിറ്റി ഓഫ് ടെക്നോളജിയിലെ സോഷ്യൽ സയൻസ് അധ്യാപകനാണ്. അദ്ദേഹം ഇത്തരം ചിത്രീകരണങ്ങളെ കീഴാളതയുടെ ഉത്സവ പ്രഹസനം എന്നാണ് വിശേഷിപ്പിക്കുന്നത്. തിമിർത്തുല്ലസിക്കുകയും കുടിച്ചു കൂത്താടുകയും അതുപോലെ പാനോത്സവം നടത്തുകയും ചെയ്യുന്നവരെ പള്ളിയോ ഭരണകൂടമോ നിയന്ത്രിക്കുന്നില്ല എന്നാണ്. ഇങ്ങനെ ഉത്സവാന്തരീക്ഷങ്ങൾ സൃഷ്ടിച്ച് സമൂഹത്തിലെ അധികാര ഘടനകൾ താൽക്കാലികമായെങ്കിലും കീഴ്മേൽ മറിക്കുന്നതായിട്ട് ചിത്രീകരിക്കുന്ന സാഹിത്യ പ്രവണതയെയാണ് ഭക്തിൻ ഉത്സവ പ്രഹസനം എന്ന് വിളിക്കുന്നത്. ഉത്സവ അന്തരീക്ഷത്തിൻ്റെ പ്രത്യേകത എന്താണ്? അവിടെ തമാശകളുണ്ടാവും, പൊട്ടിച്ചിരികളുണ്ടാവും, ആഘോഷങ്ങളുണ്ടാവും, ആർപ്പുവിളികളുണ്ടാവും, വർണ്ണങ്ങളുണ്ടാവും. ഇങ്ങനെ തമാശകളും പൊട്ടിച്ചിരികളും ആഘോഷങ്ങളുമൊക്കെയുള്ള ചേരുവകൾ ഉൾക്കൊള്ളുന്നവയാണ്, ആഖ്യാനങ്ങളാണ് കീഴാളരെ പ്രതിനിധാനം ചെയ്യുന്ന സിനിമകളിൽ നാം കണ്ടുവരുന്നത്. ഇത്തരം സിനിമകൾ കീഴാളരുടെ സ്വത്വത്തെ വെളിപ്പെടുത്തുകയല്ല, മറിച്ച് ഇത്തരം സിനിമകൾ സാമൂഹിക വിമർശനത്തിൻ്റെ പുറംമോടി മാത്രമേ ഉള്ളൂ. അത് കീഴാളരെ അപരവൽക്കരിക്കുകയാണ്, കീഴാളരെ ഇന്ത്യയുടെ അപരന്മാരായി സൃഷ്ടിക്കുക മാത്രമാണ് ഇത്തരം സിനിമകൾ ചെയ്യുന്നത് എന്നാണ് അദ്ദേഹം പറയുന്നത്. പുതിയ ഇന്ത്യയിലെ കീഴാളൻ്റെ പ്രതിനിധാനങ്ങൾ അവതരിപ്പിക്കുന്ന ചില സിനിമകളുണ്ടായിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സിനിമയാണ് മുംബൈ മേരി ജാൻ. അതിനുദാഹരിക്കാവുന്നൊരു സിനിമയാണ് 2008 പുറത്തിറങ്ങിയ സിനിമ. ഈ ചിത്രത്തിൽ ഇർഫാൻ ഖാൻ അവതരിപ്പിക്കുന്ന ഒരു കഥാപാത്രമുണ്ട്. തെരുവ് വിൽപ്പനക്കാരനാണ്. അയാൾ ഇടയ്ക്കിടയ്ക്ക് ഒരു ഷോപ്പിംഗ് മാളിൽ കയറും. അയാൾക്ക് ആ മാളിൽ കയറിയിട്ട് ഒന്നും വാങ്ങാൻ കഴിയില്ല. അയാളുടെ അടുത്ത് അതിനുള്ള പണമില്ല. അപ്പോൾ ക്രയശേഷിയില്ലാത്ത ഒരു ഉപഭോക്താവാണ് അയാൾ. അയാൾക്കിതൊക്കെ വാങ്ങണമെന്ന ആഗ്രഹമുണ്ട്, പക്ഷേ അതിനുള്ള കാശില്ല. അയാൾ വാങ്ങാനെന്ന മട്ടിൽ ഒരു ഷോപ്പിൽ കയറുകയും പതിവായി സ്പ്രേ ചെയ്യുകയും ചെയ്യും. അപ്പോൾ ഇങ്ങനെ നിരന്തരം അയാൾ പ്രവർത്തിക്കുന്നത് കണ്ട് കടക്കാരൻ അയാളെ ഒരു ദിവസം പിടികൂടുകയാണ്. ഒന്നും വാങ്ങാതെ പോകുന്നത് കണ്ട അയാളെ പിടിച്ചു പുറത്താക്കുകയാണ്. പിന്നീടാണ് കഥ മാറിമറിയുന്നത്. ഈ ഷോപ്പിൻ്റെ പരിസരത്ത് ബോംബ് വെച്ചിട്ടുണ്ട് എന്നൊരു അജ്ഞാത ഫോൺ സന്ദേശം ലഭിക്കുന്നു. അത് പരിഭ്രാന്തിക്കിടയാക്കുന്നു. പോലീസുകാർ വരുന്നു. അങ്ങനെ അവിടെ ഒരു വലിയ കോലാഹലം ഉണ്ടാകുന്നു. ആ കോലാഹലത്തിനിടയിൽ ബോംബ് വച്ചിട്ടുണ്ട് എന്ന സന്ദേശം ലഭിച്ചപ്പോൾ ഉണ്ടായ സംഘർഷങ്ങളെല്ലാം പുറത്തു നിന്നുകൊണ്ട് പാർക്കിംഗ് ഏരിയയിൽ നിന്നുകൊണ്ട് ഇത് കണ്ട് ആനന്ദിക്കുന്ന കഥാപാത്രമാണത്. ഉപഭോഗ തൃഷ്ണയുമായി അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന, ഉപഭോഗ തൃഷ്ണയുമായി ഷോപ്പിംഗ് മാളുകളിലും മറ്റുമൊക്കെ കയറി നടക്കുന്ന മനുഷ്യരെ വിമർശിക്കാൻ വേണ്ടിയാണ് ഇത്തരമൊരു കഥാപാത്രത്തെ തന്നെ സൃഷ്ടിച്ചിരിക്കുന്നത്. അപ്പോൾ അതിലൂടെ അയാൾ അധികാര ബന്ധങ്ങളെ താൽക്കാലികമായി തകിടമറിക്കുന്നത് കാണാം. ഒരു ബോംബ് വച്ചിട്ടുണ്ട് എന്ന ഒരു അജ്ഞാത സന്ദേശം നൽകുന്നത് വഴി അധികാര കേന്ദ്രങ്ങളെയാണ് അദ്ദേഹം തകിടമറിക്കുന്നത്. അപ്പോൾ പണമുള്ളവനെ, വാങ്ങാൻ കഴിയുന്നവനെ, ക്രയശേഷിയുള്ളവരെ മുഴുവൻ ആ കീഴാളൻ പരിഭ്രാന്തിയിലാക്കുന്നു. അതിൽ ആനന്ദം നേടുന്ന ഒരു കഥാപാത്രമായി അത് മാറുന്നു. ഇത്തരത്തിലുള്ള ഷോപ്പിംഗ് മാളുകളെ ജോർജ് റിറ്റ്സർ വിളിച്ചത് ഉപഭോഗത്തിൻ്റെ ക്ഷേത്രങ്ങൾ എന്നാണ്. അതാണ് നമ്മൾ ഓർക്കേണ്ടുന്ന ഒരു കാര്യം, ഉപഭോഗത്തിൻ്റെ ക്ഷേത്രങ്ങൾ എന്ന്. ബോളിവുഡ് സിനിമയെ തൃഷ്ണയുടെ ക്ഷേത്രം എന്ന് വിളിച്ചത് മറ്റൊരു ഗവേഷകനായിട്ടുള്ള വിജയ് മിശ്രയാണ്. ഇത്തരം ഷോപ്പിംഗ് മാളുകളിലെ മൾട്ടിപ്ലക്സിൽ വെച്ചാണ് ഇത്തരം സിനിമകൾ കാണുന്നത് എന്നതുകൂടി നമ്മൾ ഓർക്കേണ്ടതുണ്ട്. അപ്പോൾ അവർ ഉപഭോഗത്തിൻ്റെ ക്ഷേത്രങ്ങളിൽ നിന്ന് തൃഷ്ണയുടെ ക്ഷേത്രങ്ങളിലേക്ക് കൂടി പ്രവേശിക്കുകയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ നവാസുദ്ദീൻ സിദ്ദീഖിയുടെയും മനോജ് ബാജ്പേയിയുടെയും ഒക്കെ സിനിമകളിൽ പലതും മൾട്ടിപ്ലക്സ് സിനിമകൾ കൂടിയാണ്. അപ്പോൾ കീഴാളരെ കുറ്റവാളി ഗോത്രങ്ങളിൽ പെടുന്നവരായി ദൃശ്യവൽക്കരിക്കുന്ന ഇത്തരം സിനിമകൾ
ലക്ഷ്യം വയ്ക്കുന്നത് മൾട്ടിപ്ലക്സ് പ്രേക്ഷകരെ അഥവാ നഗര മധ്യവർഗ സമൂഹത്തെ തന്നെയാണ് എന്നതാണ് അതിൻ്റെ വൈരുദ്ധ്യം. ഇത്തരം ഉപരിവർഗ മധ്യവർഗ സമൂഹത്തിന് വേണ്ടി, പ്രേക്ഷകർക്ക് വേണ്ടി അവരുടെ അപരങ്ങളെ തേടുന്നതിനായി ചില ചലച്ചിത്രകാരന്മാർ താല്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ ഉത്തർപ്രദേശിലെയും ബീഹാറിലെയും മറ്റും ഉൾനാടുകളിലേക്കും ഉൾനാടൻ പട്ടണങ്ങളിലേക്ക് അവർ ക്യാമറ ചലിപ്പിക്കുകയുണ്ടായി. ആ ക്യാമറയിൽ പതിഞ്ഞ മനുഷ്യർക്ക്, ആ ക്യാമറയിൽ പതിഞ്ഞ കീഴാളർക്ക് നവ ഇന്ത്യയിൽ പ്രാതിനിധ്യമില്ല. അത്തരം കീഴാളർ സംസാരിക്കുമ്പോഴൊക്കെ, അത്തരം കീഴാളരുടെ ഇടപെടലുകളിലൊക്കെ അക്രമോത്സുകതയാണ് കാണുന്നത്. അത്തരത്തിലുള്ള ഒട്ടേറെ സിനിമകൾ വന്നിട്ടുണ്ട്. ഗ്യാങ്സ് ഓഫ് വാസിപ്പൂർ അനുരാഗ് കശ്യപ് സംവിധാനം ചെയ്ത സിനിമയാണ് 2012. ഇഷ്കിയ അഭിഷേക് ചൗബയുടെ സിനിമ 2010. മഡ്രുഗി ബിച്ലി കാമണ്ടോല വിശാൽ ഭരദ്വാജിൻ്റെ സിനിമ. ഇത്തരം സിനിമകളൊക്കെ ഈ അപരദേശങ്ങളെയാണ് പ്രേക്ഷകർക്ക് കാട്ടിത്തന്നത്. പ്രേക്ഷകർ കാണുന്നതാവട്ടെ കീഴാളൻ്റെ വന്യതയാണ്, പരുക്കൻ ജീവിതങ്ങളാണ്, അതിൻ്റെ അരാജകമായിട്ടുള്ള ആഘോഷങ്ങളാണ്, ഉത്സവങ്ങളാണ്, ചേരിപ്പോരുകളാണ്. ഇത്തരത്തിലുള്ള അപരിഷ്കൃത ലോകത്തിലേക്ക് പര്യവേഷണം നടത്തുകയാണ് ഉപരിവർഗ മധ്യവർഗ പരിഷ്കൃതൻ്റെ ത്വര. ഇത്തരത്തിലുള്ള സിനിമകൾ എടുക്കുന്നതിൻ്റെ ഉദ്ദേശ്യം എന്താണ്? മധ്യവർഗത്തിൻ്റെയും അതുപോലെ ഉപരിവർഗത്തിൻ്റെയും അവരെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരിക എന്നോ കീഴാളരുടെ ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യത്തെ നമ്മളെ ബോധ്യപ്പെടുത്തുക എന്നതൊന്നുമല്ല, മറിച്ച് അവരുടെ അപരിഷ്കൃതത്വത്തെ ആഘോഷിക്കുക എന്നുള്ളതാണ്. ആ അപരവൽകൃതമായിട്ടുള്ള ജീവിതത്തെ അപരവൽകൃതമായി തന്നെ നിലനിർത്തുക എന്നതാണ്. അപ്പോൾ തങ്ങളുടെ ഉപരിവർഗ മധ്യവർഗ ജീവിതത്തിന് ഒരു അപരത്വം നിർമ്മിച്ചെടുക്കുക എന്ന ഒരു താല്പര്യമാണ് അപരിഷ്കൃതൻ്റെ, അവർണൻ്റെ, കീഴാളൻ്റെ ജീവിതത്തിലേക്ക് പരിഷ്കൃത സമൂഹം നടത്തുന്ന ക്യാമറയുടെ നോട്ടങ്ങൾ എന്ന് ലേഖകൻ നിരീക്ഷിക്കുന്നത് കാണാം. ആധുനിക സമൂഹത്തിലെ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഒരാളും സാമൂഹിക ജീവിയാവാൻ ഇഷ്ടപ്പെടുന്നില്ല, വ്യക്തിയായിരിക്കുക എന്നുള്ളതാണ്. അതായത് സ്വന്തം ഇഷ്ടങ്ങളും സ്വന്തം താല്പര്യങ്ങളുമാണ് പ്രധാനം. അപ്പോൾ സാമൂഹികമായ ഒരു അവസ്ഥാവിശേഷത്തിലേക്ക് മനുഷ്യൻ പരിണമിക്കുന്നില്ല, മറിച്ച് വ്യക്തിയായിട്ട് ചുരുങ്ങുകയാണ് ചെയ്യുന്നത്. പൊതുമണ്ഡലം ചുരുങ്ങി വരുന്നതായിട്ട് കാണാം. വ്യക്തിവൽക്കരണമാണ് ഇവിടെ നടക്കുന്നത്. സമൂഹം ഒറ്റപ്പെട്ട ജീവിതങ്ങളുടെ, ഒറ്റപ്പെട്ട വ്യക്തികളുടെ തുരുത്തുകളായി മാറുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഇത്തരമൊരു ലോകത്ത് അപരവൽക്കരിക്കപ്പെട്ട ജനതയുടെ ജീവിതത്തെ സംബന്ധിച്ചുള്ള ആകുലതകളൊന്നും ഉപരിവർഗത്തിനോ മധ്യവർഗത്തിനോ ഇല്ല. ആകുലതകളല്ല, മറിച്ച് ആ ജീവിതങ്ങളെ നമ്മുടെ ആഘോഷത്തിൻ്റെ ഭാഗമാക്കി മാറ്റാനുള്ള ഒരു പ്രവണതയാണ് ഇത്തരം സിനിമകളുടെ പിന്നിലൊക്കെ പ്രവർത്തിച്ചിട്ടുള്ളത് എന്ന് കാണാവുന്നതാണ്. കീഴാള സമൂഹവും കീഴാള ശരീരവും കീഴാള ജീവിതവും ദൃശ്യപരമായ ഉപഭോഗത്തിന് ഉതകുന്ന ഒരു ചേരുവയായിട്ടാണ് നേരത്തെ പറഞ്ഞ ഇത്തരം പ്രേക്ഷകർ കാണുന്നത് എന്നതാണ് അതിൻ്റെ യാഥാർത്ഥ്യം. അല്ലെങ്കിൽ മുഖ്യധാരാ ജീവിതത്തിൻ്റെ അപരദേശമായി, അപരജീവിതമായിട്ടാണ് ഇത്തരം ജീവിതങ്ങളെ, കീഴാള ജീവിതത്തെ കണ്ടുവരുന്നത്. ഇത്തരത്തിലുള്ള പ്രേക്ഷകരെ സംതൃപ്തിപ്പെടുത്തുന്നതിനുള്ള ഒരു ചേരുവ മാത്രമാണ് കീഴാള ജീവിതം എന്ന് വരുന്നു. അതുപോലെ ലേഖകൻ നിരീക്ഷിക്കുന്ന പ്രധാനപ്പെട്ട ഒരു വസ്തുതയുണ്ട്. കീഴാള ശരീരങ്ങൾക്ക് താരപദവിയിലേക്ക് ഉയർന്നു വരാൻ സാധ്യമല്ല എന്നതാണ് ആ നിരീക്ഷണം. വംശശാസ്ത്രപരമായി വർഗീകരിക്കപ്പെട്ട ഒരു സാമൂഹിക അവസ്ഥയോടാണ് അവർക്ക് പൊരുതേണ്ടി വരുന്നത് എന്നതാണ് അതിൻ്റെ യാഥാർത്ഥ്യം. ശരീരഘടനയനുസരിച്ച് ചില വാർപ്പുമാതൃകകളിലേക്ക് മലയാളത്തിലെ ചില നടന്മാർ തളച്ചിടപ്പെടുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ഇത്തരം നടന്മാരുടെ വേഷങ്ങൾ ആവർത്തിക്കപ്പെടുമ്പോൾ പ്രേക്ഷക സമൂഹത്തിൻ്റെ മനസ്സിൽ അത് സ്ഥിരപ്രതിഷ്ഠ നേടുകയാണ്. അതിലൂടെ നടൻ്റെ സാമൂഹിക സ്വത്വം കീഴാളൻ്റെ സ്വത്വമായി തീരുന്നു. ബോളിവുഡിൽ മനോജ് ബാജ്പേയിയും നവാസുദ്ദീൻ സിദ്ദീഖിയും ഒക്കെ അവതരിപ്പിച്ച കഥാപാത്രങ്ങൾ അക്രമാസക്തരായ കീഴാള ഉടലുകളെയാണ്. പല സിനിമകളിലും അവർ കൊള്ളക്കാരായും അക്രമാസക്തരായും കൊലയാളികളായും സാമൂഹിക വിരുദ്ധരായിട്ടുമാണ് അവതരിപ്പിക്കപ്പെടുന്നത്. നവാസുദ്ദീൻ സിദ്ദീഖിയുടെ ആദ്യ സിനിമ സർഫറോഷാണ്. അതിലൊരു ക്രിമിനലായിട്ടാണ് അദ്ദേഹം വേഷമിട്ടത്. മൂന്നാം ഭായ് MBBSൽ പോക്കറ്റടിക്കാരനായിട്ടാണ്, ബൈപ്പാസിൽ കൊള്ളക്കാരനായിട്ട്, മനോരമ 6 ഫീറ്റ് അണ്ടറിൽ ലോക്കൽ ഗുണ്ടയായിട്ട്, ഇങ്ങനെ ഒറ്റുകാരനായിട്ടുള്ള ഗുണ്ടയായി, കൊള്ളസംഘത്തലവനായി ഒക്കെയാണ് ഈ കീഴാള ശരീരത്തെ ബോളിവുഡ് സിനിമ ഉപയോഗപ്പെടുത്തിയത്.
ഗ്യാങ്സ് ഓഫ് വാസിപ്പൂർ എന്ന് പറയുന്ന സിനിമയിൽ മനോജ് ബാജ്പേയിയും നവാസുദ്ദീൻ സിദ്ദീഖിയും ഉണ്ട്. രണ്ടുപേരും ക്രിമിനൽ കഥാപാത്രങ്ങളായിട്ടാണ് കടന്നു വരുന്നത്. സ്ത്രീലമ്പടനും വ്യഭിചാരിയും കൊലയാളിയുമൊക്കെ ആയിട്ടാണ് ഈ നടന്മാരുടെ ശരീരത്തെ ഉപയോഗപ്പെടുത്തിയിട്ടുള്ളത്. മറ്റൊരു കാര്യം കൂടി ശ്രദ്ധിക്കേണ്ടതുണ്ട്. കീഴാള ജീവിത പശ്ചാത്തലത്തിൽ നിന്നും വരുന്നവരാണ് നവാസുദ്ദീൻ സിദ്ദീഖിയും മനോജ് ബാജ്പേയിയും. രണ്ടുപേരും കർഷകരുടെ മക്കളാണ്. നേരത്തെ നമ്മൾ പറഞ്ഞ കപൂർമാരുടെയും ഖന്നമാരുടെയും ചലച്ചിത്ര താരവംശങ്ങൾക്ക് പുറത്തുള്ളവരാണ് ഈ കീഴാള ജീവിതം പേറുന്ന നവാസുദ്ദീൻ സിദ്ദീഖിയുടെയും മനോജ് ബാജ്പേയിയുടെയും ഒക്കെ പാരമ്പര്യം. പഠിക്കുന്ന കാലം തൊട്ടേ സമൂഹത്തോട് പൊരുതിയാണ് അവർ ജീവിച്ചു പോകുന്നത് എന്നതാണ് അതിൻ്റെ യാഥാർത്ഥ്യം. നിറത്തിൻ്റെ പേരിൽ, തൊഴിലിൻ്റെ പേരിൽ, ഭാഷയുടെ പേരിൽ, ശരീരപ്രകൃതത്തിൻ്റെ പേരിലൊക്കെ അവഗണിക്കപ്പെട്ട മനുഷ്യർ കൂടിയാണ് ഇവർ എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അവർ തന്നെയാണ്, അതേ ശരീരങ്ങൾ തന്നെയാണ് ബോളിവുഡ് സിനിമയിലും തിരസ്കരിക്കപ്പെടുന്നത്. അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പ്രത്യേക വേഷത്തിൽ, അപരിഷ്കൃത വേഷത്തിൽ, കീഴാള വേഷത്തിൽ തളച്ചിടപ്പെടുന്നത് എന്നതാണ്. മലയാളത്തെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഉദാഹരിക്കാവുന്ന ഒരു പ്രധാന നടൻ കലാഭവൻ മണിയാണ്. അദ്ദേഹത്തെ നമ്മൾ വിളിക്കുന്നത് കറുത്ത മുത്ത് എന്നാണ്. നമ്മൾ നൽകുന്ന വിശേഷണമാണത്. മറ്റുള്ള താരങ്ങളെയോ സൂപ്പർ സ്റ്റാർ എന്നും മെഗാ സ്റ്റാർ എന്നൊക്കെയാണ് വിളിക്കുന്നത്. അപ്പം മണിക്ക് എന്തുകൊണ്ട് ആ പദവി നമ്മൾ നൽകുന്നില്ല? അത് വളരെ പ്രധാനപ്പെട്ട ഒരു വസ്തുതയാണ്. എത്ര പടങ്ങളിൽ, എത്ര സിനിമകളിൽ നായകനായി വേഷമിട്ടാലും, എത്ര പതിറ്റാണ്ടുകൾ സിനിമയിൽ പ്രവർത്തിച്ചാലും, എത്ര ഹിറ്റുകൾ ഉണ്ടാക്കിയാലും കലാഭവൻ മണിക്ക് മെഗാസ്റ്റാർ ആവാനോ സൂപ്പർ സ്റ്റാർ ആവാനോ സാധ്യമല്ലാത്തത് അദ്ദേഹത്തിൻ്റെ നിറം കറുപ്പായതുകൊണ്ട് തന്നെയാണ്. അതുകൊണ്ടാണ് പരമാവധി അദ്ദേഹത്തിന് നമ്മൾ കൊടുക്കുന്ന വിശേഷണം കറുത്ത മുത്ത് എന്നാണ്. കലാഭവൻ മണിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മളൊരു പത്രവാർത്ത കണ്ടിരുന്നു മുമ്പ്. അദ്ദേഹത്തിൻ്റെ വണ്ടി പരിശോധിച്ച ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരെ കലാഭവൻ മണി ഭീഷണിപ്പെടുത്തി എന്നതായിരുന്നു ആ വാർത്ത. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ കലാഭവൻ മണി എന്ന കറുത്ത ശരീരമുള്ള മനുഷ്യനായതുകൊണ്ടായിരിക്കാം ഇങ്ങനെ ഒരു വാർത്ത പുറത്തു വന്നത് എന്ന് നമ്മൾ ഓർക്കണം. മറിച്ച് അത് മോഹൻലാലോ മമ്മൂട്ടിയോ സുരേഷ് ഗോപിയോ ആയ താരങ്ങളായിരുന്നുവെങ്കിൽ ഇത്തരത്തിലുള്ള പരിശോധനയും ഉണ്ടാവാൻ സാധ്യതയില്ല, ഇത്തരത്തിലുള്ള അധിക്ഷേപവും ഉണ്ടാവാൻ സാധ്യതയില്ല എന്ന് നമ്മൾ ഓർക്കണം. ആ കാലഘട്ടത്തിലെ ADGP ആയിരുന്ന TP സെൻകുമാർ പോലീസ് അസോസിയേഷൻ സംസ്ഥാന സമ്മേളനത്തിൽ സേനയിൽ വർണ്ണവിവേചനം ശക്തമാണ് എന്ന് എടുത്തു പറയുകയും ചെയ്തിരുന്നു. മമ്മൂട്ടിയോ മോഹൻലാലോ ജയറാമോ ദിലീപോ ഒക്കെ ആയിരുന്നുവെങ്കിൽ പോലീസ് ഇതുപോലെ പെരുമാറില്ല എന്നതാണ് അതിൻ്റെ യാഥാർത്ഥ്യം. തൊലിനിറത്തിൻ്റെയും ജാതിയുടെയും ഒക്കെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലുള്ള മുൻവിധികളിലേക്ക് നാം ചെന്നെത്തുന്നത് എന്നുള്ളതാണ്. ഭരണകൂടം പോലും ഇത്തരത്തിലുള്ള മുൻവിധികളിൽ നിന്ന് പിന്നാക്കം പോകുന്നില്ല എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. കലാഭവൻ മണിക്ക് ശേഷം ഇത്തരം കീഴാള വേഷങ്ങൾക്കായി മലയാള സിനിമ കണ്ടെത്തിയിട്ടുള്ള നടനാണ് ചെമ്പൻ വിനോദ് ജോസ്. അദ്ദേഹത്തിന് കിട്ടിയിട്ടുള്ള വേഷങ്ങൾ നോക്കൂ. കള്ളൻ, ഗുണ്ട തുടങ്ങിയ വേഷങ്ങളാണ് അദ്ദേഹത്തിന് സ്ഥിരമായി കിട്ടുന്നത്. അതിന് കാരണം അദ്ദേഹത്തിൻ്റെ ബാഹ്യമായ രൂപവും അദ്ദേഹത്തിൻ്റെ ആകാരവുമാണ്. അപ്പോൾ അങ്ങനെ ആ നടൻ, അദ്ദേഹം അഭിനയിച്ച സിനിമകൾ സപ്തമശ്രീ, തസ്കരാഹ, ഉറുമ്പുകൾ ഉറങ്ങാറില്ല, കോഹിനൂർ, ഒരു സെക്കൻഡ് ക്ലാസ് യാത്ര തുടങ്ങിയ സിനിമകളിലൊക്കെ കള്ളന്റെ വേഷമാണ്. മറ്റു ചില ചിത്രങ്ങൾ കൊട്ടേഷൻ ഗുണ്ടയാണ്. നീന എന്ന സിനിമയിൽ അദ്ദേഹത്തെ വിളിക്കുന്നത് തന്നെ കരിയോയിൽ നിന്നാണ്. അതുപോലെ കലി എന്ന സിനിമയിൽ അദ്ദേഹം അവതരിപ്പിച്ച ഒരു ലോറി ഡ്രൈവർ, ചക്കര എന്ന ലോറി ഡ്രൈവർ ഉണ്ട്. ആ ലോറി ഡ്രൈവറെ കണ്ടാൽ തന്നെ പേടിയാവും എന്നാണ്. അദ്ദേഹത്തെ കണ്ടിട്ട് നായികയായ സായ് പല്ലവി പേടിച്ചു കരഞ്ഞു എന്ന് ചെമ്പൻ വിനോദ് തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കാണുന്ന ഘട്ടത്തിൽ തന്നെ പേടിച്ചു കരയാൻ തോന്നുന്ന ഭീകരത്വമുള്ള അത്തരത്തിലുള്ള ആകാരത്വമുള്ള അക്രമോത്സുകമായ ഒരു ശരീരമാണ് ചെമ്പനുള്ളത് എന്നാണ് ഇടുന്നത്. ഇത്തരത്തിലൊരു മുൻവിധിയോട് കൂടിയാണ് ചെമ്പൻ വിനോദിനെയും മലയാള സിനിമ പരിചരിക്കുന്നത് എന്ന് നാം മനസ്സിലാക്കണം. നടിമാരുടെ കാര്യം എടുത്ത് പരിശോധിച്ചാൽ കീഴാള ശരീരമുള്ള നായികമാരെ അവതരിപ്പിക്കേണ്ടി വരുന്ന സന്ദർഭങ്ങളിൽ വെളുത്ത നിറമുള്ള നടിമാരെ ചായം തേച്ച് കറുത്ത നിറമുള്ളവരാക്കിയിട്ടാണ് സിനിമ ഉപയോഗപ്പെടുത്തുന്നത്. അല്ലാതെ അതേ നിറമുള്ള, കറുത്ത നിറമുള്ള നടിമാരെ കണ്ടെത്തി അഭിനയിപ്പിക്കാൻ ഇതുവരെ സിനിമ തയ്യാറായിട്ടില്ല എന്നത് ഒരു വസ്തുതയാണ്. അങ്ങനെയാണ് കാക്കുത്തിക്കാവിലെ അപ്പൂപ്പൻ താടികളിൽ രേവതിയും അന്നൊരിക്കൽ എന്ന സിനിമയിൽ കാവ്യയും നമ്മളിൽ ഭാവനയും കറുത്ത പക്ഷികളിൽ പത്മപ്രിയയും ഒക്കെ അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ളത്.
കറുപ്പിനോട് ഇപ്പോഴും വിദ്വേഷമുണ്ട്. വംശീയപരമായ വിദ്വേഷം പുലർത്തുന്നവരാണ് ഇന്ത്യൻ മനസ്സ് എന്നതിന് ഏറ്റവും പ്രകടമായ ഒരു ഉദാഹരണമാണ് ആഫ്രിക്കൻ രാജ്യങ്ങളോടും അവിടുത്തെ ജനതയോടും നാം കാണിക്കുന്ന വംശീയ വെറി. അതിന് ഏറ്റവും പ്രകടമായ ഉദാഹരണമാണ് ബാംഗ്ലൂരിൽ വെച്ച് ഒരു ടാൻസാനിയൻ വിദ്യാർത്ഥി ക്രൂരമായി ആക്രമിക്കപ്പെട്ട സംഭവം. ഇതിന് മലയാളത്തിലും ഒരു ദൃഷ്ടാന്തമുണ്ട്. മലയാളത്തിൽ ഇറങ്ങിയ ഒരു സിനിമയുടെ പേര് എസ്കേപ്പ് ഫ്രം ഉഗാണ്ട എന്നാണ്. ലേഖകൻ സൂചിപ്പിക്കുന്ന മറ്റൊരു കാര്യം സമാന്തര സിനിമയെക്കുറിച്ചാണ്. കീഴാള ജീവിതത്തെ പ്രതിനിധീകരിക്കുന്ന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കാൻ അതേ ജീവിത പരിസരത്ത് നിന്ന് തന്നെ നടീനടന്മാരെ കണ്ടെത്തുന്ന ഒരു രീതി സമാന്തര സിനിമ പരിചരിക്കുന്നുണ്ട് എന്നതാണ്. അങ്ങനെ അവതരിപ്പിക്കാൻ വേണ്ടി താരങ്ങളുടെ മുന്നിൽ കൈകെട്ടി നിൽക്കുന്ന ഒരു അവസ്ഥ ഇത്തരം സിനിമകളിലില്ല. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉദാഹരണമാണ് തമിഴിൽ ഇറങ്ങിയ കാക്കമുട്ടൈ എന്ന സിനിമ. കാക്കമുട്ടൈ എന്ന സിനിമയിൽ അഭിനയിച്ച രണ്ട് കേന്ദ്ര കഥാപാത്രങ്ങളെ, രണ്ട് ബാലതാരങ്ങളെ ചെന്നൈയിലെ ഒരു ചേരി പ്രദേശത്ത് നിന്നാണ് സംവിധായകനായ മണികണ്ഠൻ കണ്ടെത്തുന്നത്. വടക്കൻ ചെന്നൈയിലെ കാശിമേട്ടിലെ മുക്കുവ തൊഴിലാളികൾക്കിടയിൽ നിന്നാണ് ഈ രണ്ട് കഥാപാത്രങ്ങളെയും കണ്ടെത്തിയത് എന്ന് മണികണ്ഠൻ പറയുന്നുണ്ട്. രമേഷ്, വിഘ്നേഷ് എന്നീ ബാലതാരങ്ങൾക്ക് ആ വർഷത്തിൽ ദേശീയ പുരസ്കാരം ലഭിക്കുകയും ചെയ്തു. കറുപ്പിനെ വെറുക്കുന്ന, കീഴാളത്വത്തെ അപരവൽക്കരിക്കുന്ന പൊതുസമൂഹത്തിനു നേർക്കാണ് ഈ സിനിമ അമ്പെയ്തു വിടുന്നത്. നഗരത്തിനകത്തു തന്നെ കീഴാളത്വത്തെ അപരവൽക്കരിക്കുന്നു. അതാണ് ഇതിന്റെ പ്രമേയം. ഉള്ളവനും ഇല്ലാത്തവനും തമ്മിലുള്ള അന്തരത്തെ വെളിപ്പെടുത്തുക, കീഴാളത്വത്തെ അപരവൽക്കരിക്കുന്ന സമൂഹത്തെ പ്രതിസ്ഥാനത്ത് നിർത്തുക എന്നതാണ് ഈ സിനിമ മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയം. കറുത്തവനോടും കീഴാള ജീവിതങ്ങളോടും കാണിക്കുന്ന അസഹിഷ്ണുത ഏറ്റവും പ്രകടമായി തന്നെ ഈ സിനിമയിൽ അവതരിപ്പിക്കുന്നുണ്ട്. അത്തരത്തിൽ അസഹിഷ്ണുത കാണിക്കുന്നവരെ പ്രതിസ്ഥാനത്ത് നിർത്തി ചോദ്യം ചെയ്യപ്പെടുന്നുണ്ട് ഈ സിനിമയിൽ. സ്ലം ഡോഗ് മില്യനെയർ ും ഇത്തരത്തിലുള്ള കീഴാള ജീവിതത്തെ തന്നെയാണ് ആവിഷ്കരിക്കുന്നത്. അതുപോലെ എടുത്തു പറയാവുന്ന സിനിമയാണ് 2014 പുറത്തിറങ്ങിയ കോർട്ട് എന്ന സിനിമ. ചൈതന്യ തംഹാനെയാണ് ഇതിന്റെ സംവിധാനം നിർവഹിച്ചത്. പൂർണ്ണമായും താരങ്ങളെ ഒഴിവാക്കിയാണ് അദ്ദേഹം ഈ സിനിമ പൂർത്തീകരിച്ചത്. ഏതാണ്ട് 6 മാസത്തോളം കാലമെടുത്തിട്ടാണ് ഈ സിനിമയ്ക്കുള്ള അഭിനേതാക്കളെ അദ്ദേഹം കണ്ടെത്തിയത്. ദളിത് ജീവിതമുള്ള, ദളിത് സംസ്കാരത്തിൽ നിന്ന് വരുന്ന, ദളിത് പാരമ്പര്യത്തിൽ നിന്നും കടന്നു മനുഷ്യരെയാണ് അദ്ദേഹം ഈ സിനിമയ്ക്ക് വേണ്ടി തെരഞ്ഞെടുത്തത് എന്നത് ശ്രദ്ധിക്കേണ്ടതുണ്ട്. ആ സിനിമയിലെ നാരായൺ കാംബ്ലെ എന്ന ദളിത് ഗായകനെ അവതരിപ്പിച്ച വീരസതിത, വിജയ് രാംദാസ് വൈരഗഡെ എന്ന വീരസതിത ഇന്ന് കേസുമായിട്ട് നടക്കുകയാണ്. മാവോവാദികളുമായിട്ട് ബന്ധമുണ്ടെന്ന് ആരോപിച്ച് പോലീസ് അദ്ദേഹത്തെ നിരന്തരം വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ് എന്നതുകൂടി നമ്മൾ ഈ അവസരത്തിൽ കൂട്ടി വായിക്കേണ്ടതുണ്ട്. മലയാളത്തിലും ഈ പരിചരണ രീതിയെ പിന്തുടർന്നു പോകുന്നതിന് ഏറ്റവും മികച്ച ഒരു ദൃഷ്ടാന്തമുണ്ട്. സനൽകുമാർ ശശിധരന്റെ ഒഴിവു ദിവസത്തെ കളി എന്ന സിനിമയാണത്. താരങ്ങളെ പൂർണ്ണമായും ഒഴിവാക്കിക്കൊണ്ടാണ് സനൽകുമാർ ഈ ഒരു സിനിമ എടുത്തിട്ടുള്ളത്. തന്റെ ശരീരം കറുപ്പാണ് എന്ന തോന്നൽ ഉണ്ടാക്കിയിട്ടുള്ള അപകർഷതയുമായി നടക്കുന്ന ദാസൻ എന്ന കഥാപാത്രമാണ് ഇതിലെ കേന്ദ്രം. എന്നാൽ ദാസനെ അവതരിപ്പിച്ച ബൈജുവിന് യഥാർത്ഥ ജീവിതത്തിൽ വർണ്ണവിവേചനം അനുഭവിക്കേണ്ടി വന്നിട്ടില്ലെന്ന് സനൽകുമാർ ശശിധരൻ തന്നെ ഒരു അഭിമുഖത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഇതിന് ആസ്പദമായ കഥ ഉണ്ണിയാറിൻ്റെതാണ്. ഉണ്ണിയാർ എഴുതിയിട്ടുള്ള കഥ ഈ സിനിമ ഇറങ്ങുന്നതിന്റെ 13 വർഷം മുമ്പാണ് ഇറങ്ങുന്നത്. എങ്കിലും അതിന്റെ രാഷ്ട്രീയം വളരെ വ്യക്തമാണ്. രോഹിത് വെമുലയുടെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് ഈ കഥയെ കൂട്ടി വായിക്കുമ്പോൾ അതിന്റെ രാഷ്ട്രീയം വെളിപ്പെടുന്നു. ജാതി ഒരു സാമൂഹിക യാഥാർത്ഥ്യമാണ് എന്ന് നമ്മളെ ബോധ്യപ്പെടുത്തിയ ഒരു ആക്ഷേപഹാസ്യ സിനിമയാണ് ഷാനവാസ് നരണിപ്പുഴ സംവിധാനം ചെയ്ത കരി എന്ന സിനിമ. 2015 അത് പുറത്തിറങ്ങിയത്. കറുപ്പിനോടുള്ള വിവേചനമാണ് ഈ സിനിമയ്ക്കകത്ത് പ്രശ്നവൽക്കരിക്കുന്നത്. നവോത്ഥാന കേരളം എന്ന് ഊറ്റം കൊള്ളുന്ന കേരളീയ പൊതുമനസ്സിന് ഒരു ആഘാതം തന്നെയാണ് കരി എന്ന സിനിമ ഏൽപ്പിക്കുന്നത്. ഈ പൊതുബോധത്തിന്റെ ഉള്ളിൽ തന്നെ ജാതീയത പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളതാണ്. കേരളം അത്രത്തോളം ഒന്നും പുരോഗമിച്ചിട്ടില്ല. കേരളം അത്രത്തോളം നവോത്ഥാനപരമായിട്ടില്ല. കേരളത്തിന്റെ പൊതുമനസ്സിനകത്ത് ഇപ്പോഴും വംശീയപരമായ, ജാതിപരമായിട്ടുള്ള ഉച്ചനീചത്വങ്ങൾ നിലനിൽക്കുന്നുണ്ട്
ചെയ്തിട്ടുണ്ട് എന്ന് ആക്ഷേപഹാസ്യ രൂപത്തിലാണ് കരി എന്ന സിനിമ ആവിഷ്കരിച്ചിട്ടുള്ളത്. സുദേവന്റെ CR നമ്പർ 89 എന്ന സിനിമയും ഈ രീതിയിൽ അവതരിപ്പിക്കപ്പെട്ട ഒരു സിനിമയാണ്. പിന്നോക്ക ജാതിക്കാരായ കഥാപാത്രങ്ങളെ നായകരാക്കി സിനിമകൾ നിർമ്മിക്കുന്ന ബോളിവുഡിനെ അപേക്ഷിച്ച് തമിഴ് സിനിമ വളരെ മുന്നിലാണ് എന്നാണ് ഹിന്ദു ദിനപത്രത്തിന്റെ കണക്ക് ഉദ്ധരിച്ചുകൊണ്ട് ലേഖകൻ സൂചിപ്പിക്കുന്നത്. എന്നാൽ ഈ ദിനപത്രത്തിന്റെ തന്നെ പബ്ലിഷർ S. രംഗരാജൻ നിർമ്മാതാവായ ഒരു സിനിമയാണ് ഒരേ ഒരു ഗ്രാമത്തിലെ എന്ന സിനിമ. 1987 ആ സിനിമ വരുന്നത്. ഇത് സംവരണ വിരുദ്ധമായ ഒരു സിനിമയാണ് എന്ന് നാം ഓർക്കേണ്ടതുണ്ട്. തമിഴ്നാട് സർക്കാർ ഈ സിനിമ നിരോധിച്ചു. സംവരണ വിരുദ്ധമായ ഒരു സിനിമയാണ് എന്നതുകൊണ്ട് തന്നെയാണ് സംസ്ഥാന സർക്കാർ അത് നിരോധിച്ചത്. അപ്പോൾ നിർമ്മാതാവ് സുപ്രീം കോടതിയെ സമീപിക്കുകയും അതിന് പ്രദർശനാനുമതി വാങ്ങുകയും ചെയ്തു. ഈ സിനിമ പ്രദർശിപ്പിക്കുന്നതിനെതിരായിട്ട് ആ കാലത്ത് അംബേദ്കർ പീപ്പിൾസ് മൂവ്മെന്റ് പ്രവർത്തകർ ദിനപത്രത്തിന്റെ ഓഫീസിന് മുമ്പിൽ പ്രകടനം നടത്തിയിരുന്നു എന്നതും നാം ഓർക്കണം. മറ്റൊരു വൈരുദ്ധ്യം സാമൂഹിക പ്രശ്നങ്ങളെ സംബന്ധിച്ച മികച്ച ചിത്രത്തിനുള്ള ദേശീയ പുരസ്കാരം ഈ സിനിമ നേടി എന്നതാണ്. ഈ സിനിമയുടെ പ്രമേയം വ്യാജ സർട്ടിഫിക്കറ്റ് ഉപയോഗിച്ചുകൊണ്ട് സംവരണം നേടി ഒരു ബ്രാഹ്മണ യുവതി IAS കാരിയാവുന്നതാണ് ഈ സിനിമയുടെ പ്രമേയം. തമിഴ്നാട്ടിൽ ഇത്തരത്തിൽ ജാതീയമായിട്ടുള്ള ഒട്ടേറെ പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്. ദുരഭിമാന കൊലകൾ നടക്കുന്നുണ്ട്. ജാതി സംഘർഷങ്ങളുണ്ട്. തമിഴകത്തെ ഗ്രാമങ്ങളിൽ ഇപ്പോഴും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ നിരവധിയാണ്. അപ്പോ തമിഴകത്തിന്റെ ചരിത്രത്തിൽ ജാതി സംബന്ധമായിട്ടുള്ള ആഖ്യാനങ്ങളുണ്ട്. പക്ഷെ അതെല്ലാം കീഴാളന്റെ ആക്രമണോത്സുകതയെ ആഘോഷിക്കുന്നവയായിരുന്നു എന്ന് നാം മനസ്സിലാക്കണം. അതിന് മികച്ച ദൃഷ്ടാന്തങ്ങളുണ്ട്. സുബ്രഹ്മണ്യപുരം, പരുത്തിവീരൻ, വെയിൽ, കാതൽ തുടങ്ങിയ സിനിമകളൊക്കെ എടുത്തു നോക്കൂ. ഇതൊരു തരംഗമായിട്ട് മാറുകയായിരുന്നു. അത്തരം സിനിമകളെ നോക്കൂ. മധുര എന്ന സ്ഥലത്തെ അപരവൽക്കരിക്കുകയാണ്. അത്തരം സ്ഥലങ്ങളുമായി മധുര പോലെയുള്ള സ്ഥലത്തെ മുൻനിർത്തിയിട്ടുള്ള കഥകളിൽ ഇത്തരം കീഴാള ശരീരങ്ങളെ ഉപയോഗിക്കുന്നു, കീഴാള ജീവിതത്തെ ഉപയോഗിക്കുന്നു. ആ ഉപയോഗിക്കുന്നത് ഇത്തരം ജീവിതങ്ങളെ അപരവൽക്കരിച്ചുകൊണ്ടാണ്. അപ്പൊ ഒരു ദേശത്തെ തന്നെ ഇങ്ങനെ വംശീയപരമായി അപരവൽക്കരിക്കുന്ന ഒരു സ്വഭാവം തമിഴ് സിനിമയ്ക്കുണ്ട്. കീഴാള ശരീരങ്ങൾ ഉത്സവങ്ങളിൽ ആഘോഷിക്കപ്പെടുന്നു. കീഴാളരുടെ ചോര ചൊരിയുന്ന ആക്രമണങ്ങൾ തിയേറ്ററുകളിൽ ആഘോഷിക്കപ്പെടുന്നു. തിയേറ്ററുകളിൽ അത് ഉത്സവാഘോഷമായിട്ട് മാറുന്നു. ഇത്തരം സിനിമകൾ ജാതിയെ ഇന്ത്യൻ സമൂഹത്തിന്റെ അപരമായിട്ട്, ഇന്ത്യൻ ആധുനികതയുടെ അപരമായിട്ടാണ് ചിത്രീകരിക്കപ്പെടുന്നത് എന്നതാണ് ഡിക്കൻസ് ലിയോനാർഡ് നിരീക്ഷിക്കുന്നത്. കീഴാള ജീവിതത്തെ സംബന്ധിച്ചുള്ള സിനിമയുടെ പരിചരണത്തെ ഒരു സിനിമ കൂടി ഉദാഹരിച്ചുകൊണ്ട് അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്. വിസാരണൈ എന്ന സിനിമയാണത്. 2015 ആ സിനിമ പുറത്തിറങ്ങിയത്. കോയമ്പത്തൂരിലെ ഒരു ഓട്ടോ ഡ്രൈവറായ M. ചന്ദ്രകുമാർ എഴുതിയ ലോക്കപ്പ് എന്ന ആത്മകഥാപരമായിട്ടുള്ള ഒരു നോവലിനെ അടിസ്ഥാനമാക്കിയാണ് ഈ സിനിമ എടുത്തത്. നേരത്തെ പറഞ്ഞ സിനിമകളിൽ നിന്നും വ്യത്യസ്തമായി കീഴാള ജീവിതത്തിന്റെ ആഘോഷമല്ല, അവരുടെ ചോര പൊടിയുന്ന കഥകളല്ല ഈ സിനിമയ്ക്കകത്തുള്ളത്. എങ്ങനെയാണ് അരികുവൽക്കരിക്കപ്പെട്ട മനുഷ്യർ ജീവിക്കുന്നത്, തങ്ങളുടേതല്ലാത്ത കാരണങ്ങളാൽ നിയമപാലകരുടെ പിടിയിലകപ്പെട്ട് നിസ്സഹായരായിത്തീരുന്ന മനുഷ്യരുടെ കഥയാണ് ഈ സിനിമ പങ്കുവയ്ക്കുന്നത്. ഈ സിനിമയിലെ കഥാപാത്രങ്ങൾ തമിഴ്നാട്ടിൽ നിന്നുള്ള കുടിയേറ്റ തൊഴിലാളികളാണ്. ഈ കുടിയേറ്റ തൊഴിലാളികൾ ആന്ധ്രാപ്രദേശിലെ ഗുണ്ടൂരിൽ പോലീസ് പിടിയിലാവുന്നു. പോലീസ് ആവട്ടെ ഒരു കേസ് ക്ലോസ് ചെയ്യാനായി ആ കേസിൽ ഇവരെ ഉൾപ്പെടുത്തുകയും ആ കേസിൽ ഇവരെ കൊണ്ട് കുറ്റസമ്മതം നടത്തിക്കുകയുമാണ്. ഈ സിനിമയ്ക്കകത്ത് ഒരു പോലീസ് പറയുന്നുണ്ട്, വിഷമിക്കേണ്ട, ഓഫീസർ എന്റെ ജാതിയാണ്, അയാളുടെ കാര്യം ഞാൻ നോക്കിക്കൊള്ളാം എന്ന്. അപ്പൊ ഇത് ഒരു പോലീസ് ഓഫീസർ തന്നെ പറയുമ്പോൾ സർക്കാർ സർവീസിലെ ജാതിയുടെ അടിസ്ഥാനത്തിലുള്ള സഹകരണം വെളിപ്പെടുന്നുണ്ട്. അപ്പോൾ എവിടെയും ജാതി ഒരു പ്രധാനപ്പെട്ട വിഷയമായി വരും. എങ്ങനെയാണ് ജാതി ഇപ്പോഴും നിലനിൽക്കുന്നത് എന്നും ജാതിയുടെ അടിസ്ഥാനത്തിൽ എങ്ങനെയാണ് അധികാരം പ്രവർത്തിക്കുന്നത് എന്നും അധികാര ശ്രേണിയിലേക്ക്, അധികാര പഥങ്ങളിലേക്ക് കീഴാളൻ എത്തിപ്പെട്ടാലും പൊതുസമൂഹം എങ്ങനെയാണ് അതിനെ സ്വീകരിക്കുന്നത്, പരിചരിക്കുന്നത് എന്നത് യാഥാർത്ഥ്യബോധത്തോടുകൂടി 100 സിംഹാസനങ്ങളിൽ ജയമോഹൻ രേഖപ്പെടുത്തിയിട്ടുണ്ട്. NP സജീഷ് ഈ ലേഖനം അവസാനിപ്പിക്കുന്നത് ഒരു ആശങ്കയോടുകൂടിയാണ്. സിനിമ എന്ന കല ഏറ്റവും ജനസ്വാധീനമുള്ള, വിധ്വംസക സ്വഭാവമുള്ള പ്രബലമായ ഒരു മാധ്യമമാണ്. ഈ മാധ്യമത്തിനകത്ത്
ആധിപത്യ പ്രത്യയശാസ്ത്രത്തിന്റെ ശാശ്വതീകരണത്തിന് അനുഗുണമായ ജാതീയ ആഖ്യാനങ്ങളും വംശീയ മാർപ്പു മാതൃകകളും മാറ്റമില്ലാതെ ഇങ്ങനെ തുടർന്നു പോവുകയാണെങ്കിൽ ഇന്ത്യൻ അനുഗുണമായ ജാതീയ ആഖ്യാനങ്ങളും വംശീയ മാർപ്പു മാതൃകകളും മാറ്റമില്ലാതെ ഇങ്ങനെ തുടർന്നു പോവുകയാണെങ്കിൽ ഇന്ത്യയിൽ കീഴാളരുടെ ജീവിതാവസ്ഥ കൂടുതൽ അരക്ഷിതമായി തീരും എന്ന ആശങ്ക പങ്കുവെച്ചുകൊണ്ടാണ് NP സജീഷ് ഈ ലേഖനം അവസാനിപ്പിക്കുന്നത്. ഈ ലേഖനത്തിൽ ഇന്ത്യൻ സിനിമയുടെ കേന്ദ്രസ്ഥാനമായിട്ടുള്ള ബോളിവുഡിൽ എങ്ങനെയാണ് കീഴാള ശരീരത്തെ ഉപയോഗപ്പെടുത്തിയിരിക്കുന്നത്, എങ്ങനെയാണ് കീഴാള ജീവിതങ്ങളെ ആവിഷ്കരിച്ചിരിക്കുന്നത്, കീഴാള ശരീരമുള്ള മനുഷ്യരെ എങ്ങനെയാണ് പരിചരിച്ചിരിക്കുന്നത് എന്ന് വ്യക്തമാക്കുന്നു. അതിൻ്റെ തുടർച്ചയായി ദക്ഷിണേന്ത്യയിലേക്ക് കടന്നു വരികയും തമിഴിൽ അതെങ്ങനെ ആവിഷ്കരിക്കുന്നു, മലയാള സിനിമയിൽ എങ്ങനെയാണ് താരശരീരങ്ങളെ ഉപയോഗപ്പെടുത്തുന്നത്, അത് എങ്ങനെയാണ് ഒരു പൊതുസമൂഹത്തിന്റെ ധാരണകളുമായിട്ട് ഒത്തുചേർന്നു പോകുന്നത്, അത്തരം ആഖ്യാനങ്ങൾ, ജാതിപരമായിട്ടുള്ള ആഖ്യാനങ്ങൾ, വംശീയപരമായിട്ടുള്ള ആഖ്യാനങ്ങൾ, വംശീയപരമായ ആധിപത്യത്തിന്റെ പ്രത്യയശാസ്ത്രത്തെ മുൻനിർത്തിയിട്ടുള്ള ആഖ്യാനങ്ങൾ, അതെങ്ങനെയാണ് കീഴാള ജീവിതങ്ങളെ ബാധിക്കുക എന്നും കീഴാള ജീവിതങ്ങൾ എത്തരത്തിലാണ് അരക്ഷിതരായി തീരുന്നത് എന്നും അദ്ദേഹം ഈ ലേഖനത്തിനകത്ത് പറയാൻ ശ്രമിക്കുന്നുണ്ട്. കീഴാളരുടെ ജീവിതാവസ്ഥ നിലവിലുള്ളതിനേക്കാൾ പരിതാപകരമായി തീരാൻ സാധ്യതയുണ്ട് എന്ന ആശങ്ക കൂടി പങ്കുവെച്ചുകൊണ്ടാണ് ഈ ലേഖനം അദ്ദേഹം അവസാനിപ്പിക്കുന്നത്.